ജനങ്ങളെ ഓണത്തിന് സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ ഇടപെടലും നടത്തിയിട്ടുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങളും ഞാൻ ആറവിനോട് പറഞ്ഞത്, ഈ മാവേലി സ്റ്റോർ എന്ന് പറയുമ്പോൾ പരിമിതമായ ഉൽപ്പന്നങ്ങൾ, സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് ഉറപ്പുവരുത്തുന്നത്. ഇത് നമുക്ക് അടുത്ത മാസം ഞാൻ MLA യോട് പറഞ്ഞു, നമുക്ക് കുറച്ച് സൗകര്യം, പാക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയാൽ അടുത്ത മാസമോ ഒക്ടോബർ മാസമോ എങ്കിലും ഇത് നമുക്ക് സൂപ്പർ സ്റ്റോറായി മാറും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചന്ദ്രശേഖരനായ കാലത്ത് ഒരു മണ്ഡലത്തിൽ ഒരു മാവേലി സ്റ്റോർ എന്ന സങ്കല്പമാണ്. ഇന്ന് 1600ഓളം കടകളാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ആളുകളുടെ ആവശ്യങ്ങൾ കൂടി വരികയാണ്. സാധാരണക്കാർ മാത്രമല്ല, ഇടത്തരം കുടുംബങ്ങളെല്ലാം ആശ്രയിക്കുന്ന കേന്ദ്രമായതുകൊണ്ടാണ് 42 ലക്ഷം പേർ ഇന്നലെ വരെ ഈ മാസം വാങ്ങാൻ എത്തിയെന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രരായ കുടുംബങ്ങൾ മാത്രമല്ലല്ലോ. നമ്മളെല്ലാം റേഷൻ കടയിൽ നിന്നും സപ്ലൈകോയുടെ കടയിൽ നിന്നും സാധനം വാങ്ങി കഴിയുന്ന കുടുംബങ്ങളാണ് നമ്മുടെ എല്ലാം കുടുംബങ്ങൾ. അതെല്ലാം അഭിമാനത്തോടെ കാണുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലയിലുള്ള വിപുലീകരണം അനിവാര്യമാണ് എന്നതുകൊണ്ട് ആ നിലയിലേക്ക് മാറ്റാൻ നിർദ്ദേശം കൊടുക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ പരസ്യമായി പറയുകയാണ്. എല്ലാ പഞ്ചായത്തിലും ഒന്നിലേറെ കടകൾ ഇപ്പോഴുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുമ്പോൾ 4ാമത്തെ കടയാണ് ആ മുനിസിപ്പാലിറ്റിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. എലവങ്ങാട് പോലും 2 കടയുള്ളൂ. ഇത് 4ാമത്തെ കടയാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി. എന്നാൽ അത്തരം സെന്ററുകളില്ലാത്ത, കടകളില്ലാത്ത കേന്ദ്രങ്ങളിൽ സഞ്ചരിക്കുന്ന ഓണച്ചന്ത ഇത്തവണ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഇറക്കാൻ പറഞ്ഞു. ഒരു നിയോജകമണ്ഡലത്തിൽ 2 ദിവസമെങ്കിലും. നാളെ ഒരു ദിവസം ഞായറാഴ്ചയാണ്, നാളെയും പ്രവൃത്തി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നുകൊണ്ട് അവസാനിക്കേണ്ടതാണ് ഈ മാസത്തെ വിതരണം. എന്നാൽ ഓണം പ്രമാണിച്ച് നാളത്തെ ദിവസം കൂടി പ്രവൃത്തി ദിനമായി റേഷൻ കട തുറന്നിരിക്കും. നാളെ കൂടെ മാത്രമേ ഓഗസ്റ്റ് മാസത്തെ അരി വാങ്ങാൻ നമുക്ക് അവസരമുള്ളൂ. നാളെ അവധി ആയിട്ട് പോലും അവധി മാറ്റിയെടുത്തത് എല്ലാവർക്കും വാങ്ങിക്കാൻ വേണ്ടിയാണ്. നാളത്തെ ദിവസം പ്രവൃത്തി ദിവസമായി റേഷൻ കട എല്ലാം തുറക്കും. നാളത്തെ ദിവസത്തിനുള്ളിൽ ഈ മാസത്തേക്ക് അനുവദിച്ച ഓണത്തിന്റെ സ്പെഷ്യൽ അരി വാങ്ങിയെടുക്കും. എന്നാൽ കിറ്റ് 4-ാം തീയതി ഓണത്തിന്റെ അന്ന് വൈകുന്നേരം വരെ കൊടുക്കും. അത് നമ്മുടെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ നിലയിൽ ഉള്ള സൗകര്യം നൽകുന്നത് ആളുകൾക്ക് ആശ്വാസം പകരാനാണ്. വളരെ വളരെ സന്തോഷത്തോടുകൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഓണം നമുക്ക് നന്നായി ആഘോഷിക്കാൻ കഴിയുന്നത്ര വില കുറച്ച് എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടുന്ന് ലഭ്യമാക്കാനുള്ള നടപടിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്.